മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ പുരോഗതിയില്ല. നൽകുന്ന മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല. 11 മണിയോടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്ന പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവന്നു. 2 തവണ ഡയാലിസിസ് നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഡയാലിസിസ് നടത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. വീണ്ടും ഡയാലിസിസ് പുനരാരംഭിക്കാൻ ശ്രമിക്കുകയാണ്. ഡയാലിസിസ് തുടർന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദ നില സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. ചികിത്സ 7 അംഗ വിദഗ്ധ സംഘത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ്. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്നാണ് VSനെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. കേരളത്തിലെ പ്രമുഖ നേതാവും ഇന്ത്യൻ സമര പോരാളിയുമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ VS അച്യുതാനന്ദൻ. 2006 മുതൽ 2011 12ാം മന്ത്രിസഭയിൽ കേരളത്തിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു അച്യുതാനന്ദൻ. 1986 മുതൽ 2009 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും 1964 മുതൽ 2015 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു ഇദ്ദേഹം. 11ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, 12ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. 2015 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്നു ഇദ്ദേഹം. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.